തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എത്തി. KCBയുടെ ധനസഹായം മന്ത്രി കൈമാറും. ധനസഹായം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി നേരിട്ടെത്തിയാണ് കൈമാറുന്നത്. MLA ഒപ്പമുണ്ട്. ധനസഹായം കുടുംബത്തിന് കൈമാറുകയാണ്. മിഥുന്റെ അമ്മയും സഹോദരനും അച്ഛനും സഹായം ഏറ്റുവാങ്ങുകയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേരിട്ടെത്തിയാണ് മിഥുന്റെ മരണത്തിൽ കുടുംബത്തിനുള്ള സഹായം കൈമാറുന്നത്. ഇതൊക്കെ മനസ്സിലുണ്ട്, അത്രയേ ഉള്ളൂ. അതിലെ ആദ്യത്തെ ഒരു റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ അതായത് 9 വർഷം മുൻപ് കെട്ടുന്ന സമയത്തുള്ള ആളിനും വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ആർക്കും കൃത്യമായി ആർക്കെതിരെയാണെന്നുള്ള ഒരു ഇല്ലാത്തതായിരുന്നു മടക്കാൻ കാരണം. അതാണ് ശുപാർശ. ആരെങ്കിലും ഒരു കുറ്റക്കാരുണ്ടല്ലോ, അത് പരിശോധിക്കാനാണ് ചെയർമാനെയും ACSനെയും ചുമതലപ്പെടുത്തിയത്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പോരായിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ജില്ലയിൽ തന്നെ ഇവിടെ അടുത്ത് വേങ്ങ എന്ന് പറഞ്ഞ ഒരു അംഗൻവാടിയുണ്ട്. അവിടെയൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മരത്തിലെല്ലാം ഈ ലൈൻ ഇല്ല. അതിനാണ് MLA-മാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ പഞ്ചായത്തുകാർ എല്ലാവരും ഉണ്ടാവുമല്ലോ, എല്ലാ വകുപ്പും ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രൈവറ്റുകാരന് ഒരാൾ സമ്മതിക്കുന്നില്ല എന്ന് വെക്കുക, അപ്പോൾ ഡിസാസ്റ്ററിൽ കൊടുത്തത് മുറിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കും. ഇനി ഒരു വിട്ടുവീഴ്ചയും